വാച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഹാമിൽട്ടൺ വാച്ച് ഇരിക്കുന്നു. ഇതിൻ്റെ റെഫറൻസ് നമ്പർ HA2335331. എക്സാക്ട്ലി ഈ ഒരു റബ്ബർ സ്ട്രാപ്പുള്ള മോഡലിൻ്റെ റെഫറൻസ് നമ്പറാണിത്. ഇതിൽ തന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉള്ള മോഡലും ഉണ്ട്. സെയിം വാച്ച് വിത്ത് സ്റ്റീൽ ബ്രേസ്ലെറ്റ്. അതിൻ്റെ റെഫറൻസ് നമ്പർ വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പൈസ കൊണ്ട് വാങ്ങിച്ച ഒരു സ്വിസ് ഓട്ടോമാറ്റിക് വാച്ചാണിത്, ഹാമിൽട്ടൺ. വാച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഹാമിൽട്ടൻ്റെ ബുക്ക്ലെറ്റ്സ് ഉണ്ട്. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ടാവും. വാറണ്ടി കാർഡ് അതിലതിൻ്റെ കറക്റ്റ് റെഫറൻസ് നമ്പർ ഉണ്ടാവും. നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അത് സീരിയൽ നമ്പർ ഉണ്ടാവും. അതുകൂടാതെ ഡേറ്റ് ഓഫ് പർച്ചേസ്. ഞാൻ മോസ്കോ എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഇതെല്ലാം മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വാച്ച് നോക്കാം. 40 mm ആണ് ഇതിൻ്റെ കേസ് ഡയമീറ്റർ. നല്ല ക്വാളിറ്റി ഉള്ളൊരു റബ്ബർ സ്ട്രാപ്പ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഖാക്കി എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. ബക്കിലൊക്കെ ഉണ്ടല്ലേ, ആ H എന്നുള്ള ഒരു ലോഗോ അതേപോലെ കാണാം. പിന്നെ അതുപോലെ ബാക്കിലെല്ലാം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ H എന്നുള്ള ആ ഒരു പാറ്റേൺ തന്നെ ഫുള്ളായിട്ട് കാണാം. ഓപ്പൺ അല്ല കേസ് ബാക്ക്. 100 മീറ്ററാണ് വാട്ടർ റെസിസ്റ്റൻസ്. 12.95 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. സഫയർ ക്രിസ്റ്റലാണ് ഇതിലുള്ളത്. സ്ട്രാപ്പ് വിഡ്ത്ത് 20 mm ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഏത് സ്ട്രാപ്പ് വെച്ചാൽ ഈസിലി അവൈലബിൾ ആയിരിക്കും. 80 hours ആണ് ഇതിൻ്റെ പവർ റിസർവ്. അതാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇത് വാങ്ങാൻ പ്രേരിപ്പിച്ചത്. അതായത് ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ വാച്ച് ഉപയോഗിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാലും തിങ്കളാഴ്ച ആകുമ്പോഴും സുഖമായിട്ടത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ബാക്കി ഉണ്ടാവും. അതായത് അറൗണ്ട് 80 hours പവർ റിസർവ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വാച്ച് വാങ്ങാൻ കാരണം. പിന്നെ ഇതിൽ ഡേറ്റും ഉണ്ട്. ഡേറ്റ് വിൻഡോവും കാണാം. നല്ല രസമുള്ള ലൂമാണ് ഇതിൻ്റെ. ഗ്രീനും അല്ല ബ്ലൂ അല്ല, ബ്ലൂയിഷ് ഗ്രീൻ കളറായിട്ടുള്ള നല്ല രസമുള്ളൊരു ലൂമുണ്ട്. ഇതിനൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ലൂം ബെസലില്ല. ഇവിടെയും കൂടി ഒരു ചെറിയൊരു ലൂമിൻ്റെ ഒരു ഡോട്ട് വേണ്ടതായിരുന്നു. കാരണം പേര് പറയുമ്പോൾ ഹാമിൽട്ടൺ, ഖാക്കി, നേവി, സ്കൂബ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ആ പേരിനോട് അത് നീതി പുലർത്തുന്നില്ല. ഈ ബെസലിലൊരു ലൂം ഡോട്ട് കൂടി വേണമായിരുന്നു. സ്ക്രൂ ഡൗൺ ക്രൗൺ ആണ്. 100 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളൂ. എന്നാലും സ്ക്രൂ ഡൗൺ ക്രൗൺ ആണ്. നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കേസ് വെറും സ്റ്റീലല്ല, ഒരു അലോയാണ്. സ്റ്റീലും ക്രോമിയവും ചേർന്നുള്ള ഒരു അലോയ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിവാക്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബാലൻസ് സ്പ്രിങ് ആണ് ഇതിലുള്ളത്. അതും ഒരു സ്പെഷ്യൽ അലോയ് തന്നെയാണ്. ബാലൻസ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ പിക്ചറായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ്സിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് അവർ ഈ നിവാക്രോൺ എന്നുള്ള ബാലൻസ് സ്പ്രിങ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഷോക്സ്, മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ എഫക്ട്സ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബാലൻസ് സ്പ്രിങ് സഹായിക്കും. ഇതിൻ്റെ ക്രൗണിലും നമുക്ക് ആ H ലോഗോ കാണാൻ പറ്റും. കണ്ടില്ലേ, വളരെ സ്മൂത്താണ് വൈൻഡ് ചെയ്യാനും. അത് പിന്നെ ഡേറ്റ് ചേഞ്ചൊക്കെ കറക്റ്റ് 12 മണിക്ക് തന്നെ കറക്റ്റായിട്ട് ചേഞ്ച് ആവും. നല്ല ക്വാളിറ്റി ബിൽഡായിട്ടുള്ള നല്ലൊരു വാച്ച് തന്നെയാണ്. ചില വാച്ചുകൾ അങ്ങനെയാണ്, അതിൻ്റെ വാല്യൂവിന് അതേപോലെ നിൽക്കും, അല്ലെങ്കിൽ അതിലും കൂടും. ഇപ്പോൾ 2020 അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ വാച്ചിൻ്റെ വില. ഞാനൊന്ന് വാങ്ങുമ്പോൾ അറൗണ്ട് 40,000 ആയിരുന്നു ഇതിൻ്റെ വില. ഇപ്പോൾ ക്രോണോ 24 എന്നുള്ള സൈറ്റിൽ നോക്കുമ്പോഴും ഏകദേശം 45 to 65 ആ റേഞ്ചിലാണ് ഇതിൻ്റെ വില ഇപ്പോഴും കാണിക്കുന്നത്. നമുക്ക് വാച്ച് സെയിൽ ചെയ്യാനും നമുക്ക് വാച്ച് വാങ്ങാനും പറ്റുന്ന ഒരു ആപ്പാണ് ക്രോണോ 24. ഇപ്പോൾ പുതിയ മോഡൽ ഇറക്കിയിട്ടുണ്ട് ഹാമിൽട്ടൺ. അതിൽ യെല്ലോ, ഈ സ്ട്രാപ്പ് യെല്ലോ, ഓറഞ്ച്, പിന്നെ ഒരു പിങ്കിഷ് കളർ. ഓക്കെ, അതിൻ്റെ അതേ കളറിനെ ഉള്ളിൽ ഈ ചാപ്റ്റർ റിങ്ങിലും വരും. ആ ഒരു ചേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇതേ മോഡൽ തന്നെ വാച്ച് അവർ ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കളർ ചേഞ്ച് സ്ട്രാപ്പിന് മാത്രമല്ല, അകത്ത് ചാപ്റ്റർ റിങ്ങിന് കൂടി ഉണ്ട് എന്ന് മാത്രം. പിന്നെ ഈ സെക്കൻഡ് സൂചിയുടെ ആ പോയിന്റിലും ആ ചേഞ്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ. പക്ഷെ ഇതൊരു എലഗൻറ്റ് ലുക്കായിട്ട് എനിക്ക് തോന്നി. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എന്തിനോടും സൂട്ടാവുകയും ചെയ്യും. അപ്പോൾ ഹാമിൽട്ടൺ എന്ന ഈ വാച്ചിനെ പറ്റിയും
ഹാമിൽട്ടൺ എന്ന വാച്ച് ബ്രാൻഡിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇതേപോലത്തെ ഈ വാച്ചിൻ്റെ വില, സെയിം വാച്ചിൻ്റെ വില ഏകദേശം 795 സ്വിസ് ഫ്രാങ്ക്സ് ആണ്, അതായത് അറൗണ്ട് 76,000 റുപ്പീസ്. അപ്പോൾ അങ്ങനെയാണ് ചില വാച്ചുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാമിൽട്ടൺ എന്തായാലും വേർത്താണ്, പ്രൈസിന് വേർത്താണ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന വില കൂടുതലാണ് എന്ന് തന്നെ പറയും. കാരണം മുമ്പേ അറൗണ്ട് 40-45 അല്ലെങ്കിൽ 50 റേഞ്ചിലുണ്ടായിരുന്ന സെയിം വാച്ച് തന്നെയാണ് അവർ ഈ വിലയിൽ ഇപ്പോൾ വിൽക്കുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ, കളറുകളിലുള്ള ചേഞ്ച്, സ്ട്രാപ്പിൻ്റെ ചേഞ്ച്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് വാച്ചുകൾ, എല്ലാ വാച്ചുകളുടെയും അതെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു വാച്ച് ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.